5 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. ഇടുക്കി ചക്രമുടി കയ്യേറ്റത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമാക്കുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. റവന്യൂ മന്ത്രിയുടെ ഓഫീസ് വരെ കയ്യേറ്റത്തിന് വഴിവെച്ചുവെന്നാണ് IG കെ സേതുരാമന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. താലൂക്ക് സർവേയർ കയ്യേറ്റ ഭൂമിക്ക് വ്യാജരേഖ ചമച്ചു നൽകിയെന്നും വ്യക്തമാണ്. ചക്രമുടിയിലെ കയ്യേറ്റ ഭൂമി ആദ്യം കൈയടക്കി വെച്ചിരുന്നത് തമിഴ്നാട് സ്വദേശിയായ മൈജോ ജോസഫ് എന്ന വ്യക്തിയാണ്. പിന്നീടാണ് അടിമാലി സ്വദേശി സിബി ജോസഫിന് ഈ സ്ഥലം കൈമാറ്റം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഈ സ്ഥലത്തിന്റെ അതിർത്തി തിരിച്ചു കിട്ടുന്നതിനു വേണ്ടി മൈജോ ജോസഫ് ഉടുമ്പൻചോല തഹസിൽദാർക്ക് പലതവണ നൽകിയ നിവേദനം തള്ളിയിരുന്നു. പിന്നീട് എങ്ങനെയാണ് ഈ കയ്യേറ്റ ഭൂമിക്ക് കൃത്രിമ രേഖകൾ കിട്ടിയത് എന്നതിന്റെ ഉത്തരമാണ് തെളിയുന്നത്. ഉടുമ്പൻചോല തഹസിൽദാർ മൈജോ ജോസഫിന്റെ അപേക്ഷ പാടെ തള്ളിയതോടെയാണ് റവന്യൂ മന്ത്രിക്ക് നേരിട്ട് അപേക്ഷ നൽകുന്നത്. മകളുടെ വിവാഹ ആവശ്യത്തിനായി ഭൂമി അടിയന്തരമായി കൈമാറ്റം ചെയ്യുകയോ പണയപ്പെടുത്തുകയോ ചെയ്യുന്നതിന് അതിർത്തി നിർണയിച്ചു തരണമെന്നാണ് മൈജോ ജോസഫ് ആവശ്യപ്പെട്ടിരുന്നത്. റവന്യൂ മന്ത്രിക്ക് നൽകിയ അപേക്ഷയിന്മേൽ ഇടുക്കി ഡെപ്യൂട്ടി കളക്ടറായിരുന്ന മനോജ് കെ അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. ഏതൊക്കെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. കൂടാതെ NOC ഇല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയുന്നതിന് വനം, റവന്യൂ, പോലീസ് വകുപ്പുകൾക്ക് വീഴ്ച പറ്റിയെന്നും ഗുരുതരമായ കണ്ടെത്തലുകളിൽ പറയുന്നു. കയ്യേറ്റ സ്ഥലം തിട്ടപ്പെടുത്തി സ്കെച്ച് തയ്യാറാക്കി നൽകിയത് താലൂക്ക് സർവേയർ ബിപിൻ രാജാണ്. 355 ഹെക്ടർ വരുന്ന പാറപ്പുറംപോക്ക് ഭൂമിക്ക് മറ്റൊരു സ്ഥലത്തിന്റെ സർവേ നമ്പർ ഉൾപ്പെടുത്തി വ്യാജരേഖ ചമച്ചു നൽകി. റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമായിട്ടും നടപടികൾ വൈകുകയാണ്. കളക്ടറുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി ഇനി സർക്കാരിന് കൈമാറും. കയ്യേറ്റം ഒഴിപ്പിച്ച് ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലെ ആവശ്യം. കൂടാതെ കയ്യേറ്റക്കാർക്കെതിരെയും കയ്യേറ്റത്തിന് കൂട്ടുനിന്നവർക്കെതിരെയും കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. അനധികൃത കയ്യേറ്റത്തിന് കൂട്ടുനിന്നവരാരാണ്? ഉദ്യോഗസ്ഥരെങ്കിൽ അവർക്കെതിരെ കർശന നടപടി വേണം എന്ന ആവശ്യമാണ് ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ചില പ്രതികരണങ്ങളിലേക്കാണ് ഇനി ജനം പറയുന്നത് കേൾക്കാം. ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ നല്ല സപ്പോർട്ടുണ്ട് ഇവർക്ക്. കാരണം ഞങ്ങൾ ചെന്ന് പരാതി കൊടുക്കുന്ന സ്ഥലത്തെല്ലാം ചെന്ന് കഴിയുമ്പോൾ പരാതി കൊടുത്തിട്ട് ഞങ്ങൾ പോരും. പക്ഷെ അതിനൊരു മറുപടിയും കിട്ടാത്തതിന്റെ പേരിലാണ് കഴിഞ്ഞ മാസം 21-ാം തീയതി ഞങ്ങൾ ദേവികുളം സബ് കളക്ടറിന്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹമാണ് തഹസിൽദാരെ പറഞ്ഞു വിട്ട് അതിനുശേഷമാണ് പത്രമാധ്യമങ്ങളിൽ ഈ വാർത്ത വരാൻ തുടങ്ങിയത്. 10 മാസമായപ്പം തുടങ്ങിയ പരിപാടികളാണ് ഈ റോഡ് അത് ഇതൊക്കെ. അപ്പം ഞങ്ങൾ പറയുന്നത് എന്തായിരിക്കുന്ന ഓസ് എന്റെ ഓസാണ്. ഈ എന്റെ വീട്ടിൽ കുടിച്ചുകൊണ്ടിരിക്കുക വെള്ളമാണ്. ഇവിടെ വന്നപ്പോൾ വെള്ളം തിരിക്കാൻ വരാൻ പറ്റില്ല. വെള്ളം തിരിക്കാൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. ഇവിടെ പണിയുന്ന ആൾക്കാരെ വിട്ട് തള്ളാൻ പറയും. ഞങ്ങൾ പിന്നെ അവരുമായിട്ട് ഞങ്ങൾ കടന്ന് പ്രശ്നം ഉണ്ടാക്കണം. ഒരു ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഇത് നേരെ അടിവശം. അവിടെ എന്ന് വെച്ചാൽ 1900 ഉരുള് പൊട്ടിയതാ. ഇത് ഇത്രയും നിർമ്മാണം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഒളിച്ചു പോയി കഴിഞ്ഞാൽ ഇത് ബൈസൺവാളി കൊടിയും പോവും. ബൈസൺവാളി കുഞ്ചിത്തിന് വരെ ഇത് നിരപ്പാവും. വയനാട് പോലെ ആയിപ്പോവും. ഇതൊക്കെ താഴെ താമസിക്കുന്നത് ഇതുപോലെ പണി ചെയ്ത ഈ ഉരുൾപൊട്ട് പാറയും പൊട്ടിച്ച് അവിടെ വലിയ ഒരു കുഴിയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഞങ്ങൾ ഇതൊക്കെ താഴെ താമസിക്കാൻ ഭയങ്കര പേടിയാണ്. ഈ കുടിവെള്ളം ഈ കുടി തൊട്ട് വൈശ്യന്മാര് വരെ ഈ തോട്ടിലുള്ള വെള്ളമാണ് കഴിക്കുന്നത്. ഇത് റിസോർട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തം മാലിന്യമായി പോകും. ആൾക്ക് വെള്ളത്തെ കുടിക്കാൻ പറ്റുള്ളൂ.